അവസാനമായിട്ടൊരു സമ്മാനം കിട്ടുന്ന 8 വർഷം മുന്നേ. വേറെ മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഒരു സമ്മാനം ഒന്നും കിട്ടിയില്ല. ജീവിതത്തിൽ ചേച്ചിക്ക് അവസാനമായിട്ട് കിട്ടിയ ഒരു സമ്മാനം എന്താണ്? ഒരു ഗിഫ്റ്റ് എന്തായിരിക്കും? മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ആരിൽ നിന്നെങ്കിലും ഒരു സമ്മാനം ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്? മക്കളില്ല, കല്യാണം കഴിച്ചിട്ടില്ല. உழைச்சு வாழணும், தப்பான விஷயத்துக்கு போகக்கூடாது, நல்ல முறையை உழைச்சு வாழுங்கன்னு தான் சொல்ல முடியும். വെൽക്കം ടു സിറ്റി സ്കൂപ്പ്. സോ വുമൻസ് ഡേ ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ സിറ്റിയിൽ ഇറങ്ങി വുമൻസ് ഡേ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ പേർക്ക് ചോദിച്ച് നമ്മൾ പരിചയപ്പെട്ടിരുന്നു കുറച്ച് ആൾക്കാർ. അതെ, അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ചുറ്റിനും ഒരുപാട് ആൾക്കാർ ഇന്നേവരെ ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മളെ ചിന്തിക്കുമ്പോൾ ഇല്ലേ നമുക്ക് എന്തോരം ഗിഫ്റ്റ് ആയിട്ട് എത്രയോ ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ട്. സോ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അങ്ങനെ നമ്മൾ എന്താ തീരുമാനിച്ചേ? നമ്മൾ അവർക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. യെസ്, ഓഫ് കോഴ്സ്. നമ്മൾ 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്രേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ബാക്കി ഒരുപാട് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് അത്ര ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നതിൽ നിന്ന് നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കും. എനിവേ നമ്മൾ അവരെ കാണാൻ പോവാണ്. അവരെ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പോയാലോ? ഞാൻ യാർ இந்த 3 நாளைக்கு முன்னாடி பார்த்தேன் இல்லையா? சேச்சி என்ன கச்சோடம் பண்ற, எப்படி வாழ்க்கை ஓடிச்சு, எப்படி நீ பொழைச்ச பாத்தியா? அம்மா சொல்லி இருக்கு இல்லையா, இன்னொரு லைஃப்ல யாரும் கிஃப்ட் எதுவும் கொடுத்தல இல்ல. கிஃப்ட் கிடைச்சல. ஆனா இன்னைக்கு உங்களுக்கு தரதுக்காக நாங்க ஒரு gift கொண்டு வந்திருக்கேன். சோ நான் அம்மா இது உங்களுக்கு தரதாக தான். சோ எங்களுடைய ஒரு gift, ஒரு சின்ன gift. சோ ஹாப்பியா? ஹாப்பி 100 ஆயுசா இருங்க, நல்லா இருங்க, வேற ஆணும் பொண்ணு கலந்து போயிருங்க, ரொம்ப நல்லா இருக்கணும். നമ്മള് വുമൻസ് ഡേയുടെ ഒരു വീഡിയോ ഇവിടെ വന്ന് എടുത്തായിരുന്നു. ലൈഫിൽ ഇന്നേ വരെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര വിഷമായി. ഓക്കെ, നിങ്ങൾ നമ്മളൊരു മക്കളെ പോലെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു സ്നേഹം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എന്നെ വന്നിട്ട് ഇങ്ങനെ കയ്യിലൊന്നും പിടിച്ച് നമ്മളടുത്ത് അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ടത് ടച്ച് ചെയ്തു. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയെന്ന് വിളിക്കാം, മക്കളായിട്ട് എന്നെ കണ്ടോ. സോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഗിഫ്റ്റാണ്. സോ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ? ഓക്കെ, സന്തോഷായോ? ഇനി പറയില്ലല്ലോ ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലെന്ന്. ഒരിക്കലും പറയില്ല, സത്യമായിട്ട് പറയില്ല. ഇതുവരെയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മക്ക് ഇനി 8 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഹാപ്പി ആയോ? സന്തോഷായോ? നല്ല സന്തോഷമായി. ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് തരാൻ നമുക്ക് പറ്റിയില്ലല്ലോ. നമ്മൾ അവർക്കൊക്കെ സാരിയൊക്കെ കൊണ്ട് കൊടുത്ത്. ചേച്ചിക്ക് പിന്നെ സാരി എന്നുണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയെന്ന് പറഞ്ഞ് ഒരു സാരി കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗിഫ്റ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എവിടെ ഗിഫ്റ്റ് എവിടെ? ഓക്കെ, അപ്പൊ നമ്മൾ എന്നാ ഒരു സാരിയും കൂടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുവാണ്. ഹാപ്പി ആയോ? നിങ്ങളുടെ ചുറ്റിനും ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഒരു ഗിഫ്റ്റ് പോലും കിട്ടാത്ത ആളെ കാണും. നിങ്ങളുടെ അമ്മേനെ, നിങ്ങളുടെ വീട്ടിലുള്ള പെങ്ങളെ നിങ്ങൾ ആരെയും മറന്നു പോകരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അല്ലേ, ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു സാധനം നോക്കിക്കൊള്ളണം. ചുറ്റുപാടുള്ള ആൾക്കാരെയും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അത്രേ ഉള്ളല്ലേ, നമ്മളും ഹാപ്പിയായി, അവരും ഹാപ്പിയായി.